സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന കേസിൽ പീഡനം നടന്ന ഹോട്ടൽ മുറി കാണിച്ചു കൊടുത്ത പരാതിക്കാരിയായ നടി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടന്ന തെളിവെടുപ്പിലാണ് സംഭവം. ഒന്നാം നിലയിലെ 101D എന്ന മുറിയാണ് നടി ചൂണ്ടിക്കാട്ടിയത്. ഇന്നലെയാണ് നടിയോടൊപ്പം പോലീസ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, സിദ്ദിഖിനെതിരെ നിരവധി തെളിവുകൾ ഇപ്പോൾ വരുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? മാസ്കറ്റ് ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹോട്ടലിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. 2016 ഈ നടി പരാതിയിൽ പറയുന്ന ഒരു സംഭവം നടന്നിട്ടുള്ളത്. 2016 ജനുവരി 28 സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നും അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് ആ ദിവസം അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള ദിവസം ഈ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട് എന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നുള്ള കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. 2016 കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് ഉള്ള ഒരു പരിശോധന അത് തികച്ചും അപ്രാപ്യകരമായിരുന്നു. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് പോലീസിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും പരാതി ഉന്നയിച്ച യുവ നടിയുമായി മോസ്കറ്റ് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ തെളിവെടുപ്പ് നടത്തുന്നതിനിടയിൽ സിദ്ദിഖ് താമസിച്ചു എന്ന് പരാതിയിൽ പറയുന്ന മുറി യുവനടി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നാം നിലയിലെ 101D എന്ന മുറിയിലാണ് സിദ്ദിഖ് 2016 ജനുവരി 28 ഈ സംഭവം നടക്കുന്ന ദിവസം താമസിച്ചത് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തെളിവായിട്ടാണ് ഈ മുറി കാണിച്ചു കൊടുത്തത്. യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് നില തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നില തിയേറ്ററിൽ നടക്കുന്ന ഒരു പ്രീവ്യൂ ഷോ സമയത്താണ് സിദ്ദിഖും ഈ യുവനടിയും തമ്മിൽ പരിചയപ്പെടുന്നത് എന്നതാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നില തിയേറ്ററിൽ അന്നേ ദിവസം ഈ പരാതിയിൽ പറയുന്ന ദിവസം അത്തരത്തിലൊരു പ്രിവ്യൂ ഷോ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും തെളിവെടുപ്പ് ശേഖരണവും പോലീസ് മറുഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തായാലും മസ്കറ്റ് ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന പോലീസ് ഇതിനോടകം നടത്തി വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം നേരിട്ടെത്തി രജിസ്റ്റർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് സിദ്ദിഖ് ഇന്നേ ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ യുവനടിയുമായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ എത്തിയ അന്വേഷണ സംഘം ഈ സിദ്ദിഖ് താമസിച്ചിരുന്ന മുറിയുടെ വിശദാംശങ്ങൾ അടക്കം ചോദിച്ച് മനസ്സിലാക്കി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നില തിയേറ്ററുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. എന്തായാലും തെളിവുകൾ ഓരോന്നും സിദ്ദിഖിന് എതിരായി വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് തള്ളിപ്പറയുമ്പോഴും യുവനടിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഓരോ ദിവസം അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലും സത്യമാണ് എന്ന് തെളിഞ്ഞു വരികയാണ്. ഇനിയിപ്പോൾ യുവനടിക്ക് ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് അത്തരത്തിൽ പീഡനം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇനിയിപ്പോൾ പോലീസ് സംഘത്തിന് നടത്തേണ്ടതായിട്ടുള്ളത്. സൂര്യ, ഇത്തരം തെളിവുകൾ വരുന്നു, പരാതിക്കാരിയുടെ ആരോപണങ്ങൾ വരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ എങ്ങനെയാണ്? സിദ്ദിഖ് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. താൻ നിരപരാധിയാണ് എന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലാണ് ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകിയിരിക്കുന്നതും അത്തരത്തിൽ വാദം ഉന്നയിച്ചുകൊണ്ടാണ്. എന്തായാലും യുവനടിയുടെ പരാതി അത് പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ശരിയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഓരോന്നും ഓരോ സമയത്തും കിട്ടുന്നതിനനുസരിച്ച് ഈ സിദ്ദിഖിലേക്കുള്ള ഒരു ദൂരം അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിലേക്ക് എത്തുന്നതിനുള്ള ഒരു ദൂരം അത് ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. സിദ്ദിഖിനെതിരെ ഈ ഒരു പരാതിക്കാരി ഉന്നയിച്ചുള്ള കാര്യങ്ങൾ അത് ആരോപണങ്ങൾ ശരിയാണെന്ന് വെക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുകയാണ്. കുരുക്ക് കൂടുതൽ സിദ്ദിഖിനെതിരെ മുറുകുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത്. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് SIT ഊർജിതമായിട്ട് തന്നെ നടത്തുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മേൽ വന്നിട്ടുള്ള പരാതികളുടെ എല്ലാം അന്വേഷണം പോലീസ് ഊർജിതമായിട്ടും കൃത്യതയോടും നടത്തുകയാണ്. ഈ ഉയർന്നു വന്നിട്ടുള്ള
ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ സാക്ഷിമൊഴികളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഇതിൽ ഒരു സങ്കീർണമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങളാണ് യുവനടിമാരുടെ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു CCTV ക്യാമറ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന, അതൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കുക അല്ലെങ്കിൽ ലഭിക്കുക എന്നത് വളരെ കഷ്ടം പിടിച്ച ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഘട്ടമാണ് അന്വേഷണ സംഘത്തിന് മറികടന്ന് പോകേണ്ടതുള്ളത്. അതാണ് ഈ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാണ് ഈ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് മൊഴികൾ ശേഖരിക്കുക അതൊന്നും തന്നെ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആ സമയത്ത് അവിടെ ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊരു പക്ഷേ അവർക്ക് ഓർമ്മയുണ്ടാകുമോ ആ സമയത്തെ കാര്യങ്ങൾ എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും സിദ്ദിഖിന്റെ കാര്യത്തിൽ സിദ്ദിഖ് താമസിച്ചു എന്ന് പറയുന്ന മുറി യുവനടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 1-ാം നിലയിലെ 101D എന്ന മുറിയിലാണ് അന്നേ ദിവസം സിദ്ദിഖ് താമസിച്ചത് എന്ന് യുവനടിയെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. രജിസ്റ്ററിൽ സിദ്ദിഖ് അന്നേ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചു എന്നതിനും തെളിവുകളുണ്ട്. ഇനി ഇപ്പോൾ പ്രിവ്യൂ നിള തിയേറ്ററിൽ നടന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു സിനിമയുടെ പ്രിവ്യൂ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ശരിയായിട്ട് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ സിദ്ദിഖിനെ കൂടി അന്വേഷണ സംഘം വിളിച്ച് സിദ്ദിഖിന് പറയാനുള്ളത് കൂടി കേൾക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് സിദ്ദിഖിന് ഈ ആരോപണവും പരാതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് അടക്കം കേട്ടതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. സൂര്യ, ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഈ നിള തിയേറ്ററിൽ ഇത്തരത്തിലൊരു പ്രിവ്യൂ നടന്നു, അല്ലെങ്കിൽ മസ്കോട്ട് ഹോട്ടലിൽ ഈ പറയുന്ന പരാതിക്കാരിയും സിദ്ദിഖും ഒരുമിച്ചുണ്ടായി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. പക്ഷെ ഇത്തരം ഇവർ രണ്ടുപേർ ഒരുമിച്ച് നിന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരു തെളിവ് വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഈ ഒരു പീഡനാരോപണം ശരിയായി ആവണം എന്നുണ്ടോ? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നിലവിൽ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പരാതിയിൽ യുവനടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാഹചര്യം അനുസരിച്ചും അല്ലെങ്കിൽ രജിസ്റ്റർ പരിശോധനയിലൂടെയും പോലീസിന് ശരിയായി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതിയിൽ യുവനടി കൃത്യമായിട്ട് പറയുന്നുണ്ട് തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ട്, സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ വലിയ ഒരു അതിക്രമം, തന്നെ വലിയ നോവിപ്പിക്കുന്ന, ശരീരത്തിൽ അടിക്കുക ചെയ്യുന്ന അത്രത്തോളം വലിയ ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തികൾ സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നതായിട്ടുണ്ട് എന്നതാണ് യുവനടിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് പോലീസിന് പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ സിദ്ദിഖ് ഈ ഒരു മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്, ഇവർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ടെന്നടക്കം തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത് ഇത്തരത്തിലൊരു അതിക്രമം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് യുവനടിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ എന്നതാണ്. അതിൻ്റെ ഒരു അന്വേഷണമാണ് പോലീസ് സംഘം നടത്തുന്നത്. അത് നടത്തിയതിനു ശേഷമായിരിക്കും വ്യക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ തെളിവുകൾ സഹിതമുള്ള ഒരു കാര്യങ്ങൾ അന്വേഷണ സംഘം പുറത്ത് വ്യക്തമാക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദിഖിന്റെ അടക്കമുള്ള ഒരു മറുപടി അല്ലെങ്കിൽ സിദ്ദിഖിന് പറയാനുള്ളത് കൂടി അന്വേഷണ സംഘം കേട്ടതിന് ശേഷമായിരിക്കും സിദ്ദിഖിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നടിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത അന്വേഷണ സംഘം എങ്ങോട്ടാണ് നീങ്ങുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പരിശ്രമം, അത്തരത്തിലുള്ള നടപടികളുമായിട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം പോവുകയാണ്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുമായിട്ടാണ് ഈ നടന്മാർക്കെതിരെയുള്ള പരാതികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഈ ആരോപണങ്ങളുടെ പരാതിയുടെ സത്യാവസ്ഥ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ പ്രത്യേക അന്വേഷണ വിഭാഗത്തിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഊർജിതമായിട്ട് നടക്കുകയാണ്.
സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. പീഡനം നടന്ന മസ്കോട്ട് ഹോട്ടലിലെ മുറി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരാതിക്കാരിയായ നടി. തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ നടന്ന തെളിവെടുപ്പിലാണ് ഇത്തരത്തിൽ നടന്നത്. 1-ാം നമ്പർ നിലയിലെ 101D എന്ന മുറിയാണ് നടി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സിദ്ദിഖ് താമസിച്ചു എന്ന് പറയപ്പെടുന്ന മുറിയാണിത്. ഇന്നലെയായിരുന്നു തെളിവെടുപ്പ് നടന്നത്. വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.